പണ്ട് അമരത്വം നേടുന്നതിനായി അമൃത് കരസ്ഥമാക്കുന്നതിനു വേണ്ടി ദേവന്മാരും അസുരന്മാരും ക്ഷീരസമുദ്രം മഥനം ചെയ്ത കഥ കേട്ടിട്ടില്ലേ? സമുദ്രമഥനത്തിൽ നിന്നും അനേകം ദിവ്യവസ്തുക്കളും ദേവതകളും പുറത്തു വന്നു. അങ്ങനെ പുറത്തു വന്ന ഒരു ദിവ്യാശ്വമാണ് ഉച്ചൈശ്രവസ്. 7 തലകളുള്ള അപൂർവ സൗന്ദര്യവാനായ വെളുത്ത നിറത്തിലുള്ള ഒരു ദിവ്യ കുതിര. ഇന്ദ്രദേവൻ ഉച്ചൈശ്രവസിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. ഉച്ചൈശ്രവസ് കുതിരകളുടെ രാജാവായും അറിയപ്പെട്ടു. ഒരിക്കൽ കശ്യപ മഹർഷിയുടെ പത്നിമാരായിരുന്ന കദ്രുവും വിനതയും ഉച്ചൈശ്രവസിനെ കാണാനിടയായി. തൂമഞ്ഞു പോലെ വെളുത്ത ഉച്ചൈശ്രവസിനെ കാണാൻ എത്ര മനോഹരമാണ്, വിനത പറഞ്ഞു. അല്ല അല്ല, ഉച്ചൈശ്രവസിന്റെ വാൽ കറുത്തതാണ്. ഉച്ചൈശ്രവസ് പൂർണ്ണമായും ഒരു വെളുത്ത കുതിരയല്ല, കദ്രു വാദിച്ചു. വാഗ്വാദം മുറുകിയപ്പോൾ കദ്രു വിനതയെ പന്തയത്തിന് ക്ഷണിച്ചു. തോൽക്കുന്നയാൾ ജയിക്കുന്നയാളുടെ ദാസിയാകണം എന്നതായിരുന്നു പന്തയം. അങ്ങനെ അവർ രണ്ടുപേരും ഉച്ചൈശ്രവസിനെ നേരിൽ ദർശിക്കാനായി പുറപ്പെട്ടു. എന്നാൽ 1000 നാഗപുത്രന്മാരുടെ മാതാവായിരുന്നു കദ്രു. യാത്ര പുറപ്പെടും മുമ്പ് കദ്രു തന്റെ നാഗപുത്രന്മാരെ വിളിച്ച് നടന്നതെല്ലാം പറഞ്ഞു. വിനത കദ്രുവിന്റെ സ്വന്തം സഹോദരി കൂടിയായിരുന്നു. സ്വന്തം സഹോദരിയെ തന്റെയും തന്റെ പുത്രന്മാരുടെയും ദാസിയാക്കി മാറ്റുന്നതിനുള്ള കദ്രുവിന്റെ ആലോചനയായിരുന്നു ഇത്. മാതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയ നാഗപുത്രന്മാർ കദ്രുവിനും വിനതയ്ക്കും മുൻപേ പുറപ്പെട്ട് ഉച്ചൈശ്രവസിന്റെ വെളുത്ത വാലിൽ തൂങ്ങിക്കിടന്നു. പ്രഥമദൃഷ്ട്യാ നാഗങ്ങൾ തിങ്ങി നിറഞ്ഞ കറുത്ത മുടിയിഴകൾ പോലെ കാണപ്പെട്ടു. അങ്ങനെ വിനത കദ്രുവിന്റെയും പുത്രന്മാരുടെയും ദാസിയായി 500 സംവത്സരം കഴിയേണ്ടി വന്നു. 500 സംവത്സരത്തിനുമൊടുവിൽ വിനതയുടെ പുത്രനായി പിറന്ന പക്ഷി രാജാവായ ഗരുഡൻ തന്റെ മാതാവിനെ കദ്രുവിന്റെയും നാഗപുത്രന്മാരുടെയും ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചു.